ഹിമാലയത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഹിമാലയത്തിന് പോലും ജന്മം നൽകിയ കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള ഇന്ത്യയുടെ ആ യഥാർത്ഥ മുത്തച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അതാണ് ആരവല്ലി പർവ്വതനിരകൾ. വെറും കുന്നുകളും മലകളും ഒന്നുമല്ല ഈ ആരവല്ലി പർവ്വതനിരകൾ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയുടെ നട്ടെല്ലാണ് ആരവല്ലി. ഭൂമിശാസ്ത്രപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്ക് പർവ്വതനിരകളിൽ ഒന്നാണ് ആരവല്ലി. അതായത് ഭൂമി ഉണ്ടായ കാലം മുതൽ ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു വൻമതിൽ. എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയം എടുത്തു വന്നത്? ഈ മലനിരകളെ കുറിച്ച് ഞാൻ എന്തിന് സംസാരിക്കണം? അവർ ഈ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി, ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി കുത്തക മുതലാളിമാർക്ക് ഈ സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ അവകാശം കൊടുത്തിരിക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് മലയാളികളായ നമ്മൾ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ആരവല്ലി മലനിരയെ കുറിച്ചിട്ട് അറിയാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ ഭാഗം ഞാൻ പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് ഒരു ഞെട്ടിപ്പിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഇന്ത്യയുടെ ഭൂപടത്തിൽ ഗുജറാത്തിലെ പോർബന്തറിൽ നിന്നും തുടങ്ങി രാജസ്ഥാനിലൂടെയും ഹരിയാനയിലൂടെയും കടന്ന് ഏകദേശം 700 കിലോമീറ്റർ സഞ്ചരിച്ച് സാക്ഷാൽ ഡൽഹിയിലാണ് ഈ നിരകൾ അവസാനിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള ഡൽഹിയിലെ റൈസീന ഹിൽസ്, അതായത് നമ്മുടെ രാഷ്ട്രപതി ഭവൻ ഇരിക്കുന്നത് പോലും ഈ ആരവല്ലി മലനിരകളുടെ അവസാന ഭാഗത്താണ്. എന്നാൽ ആ കാവൽക്കാരൻ ഇന്ന് അപകടത്തിലാണ്. എന്താണ് ആരവല്ലി നിരക്ക് സംഭവിച്ചത്? ഞാൻ സൈഡിൽ ഒരു ചെറിയ വീഡിയോ പ്ലേ ചെയ്തു തരാം. ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഒരു വലിയ മല തന്നെ മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന കള്ളന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കഥയല്ല, നമ്മുടെ ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന സത്യമാണ്. ഹിമാലയത്തിന് പോലും ജനനം നൽകിയ ഭൂമിയിലെ ഏറ്റവും പഴയ പർവ്വതനിരകളിൽ ഒന്നാണ് ആരവല്ലി. കോടിക്കണക്കിന് വർഷങ്ങളായി ഇത് നമ്മുടെ വടക്കേ ഇന്ത്യയുടെ കാവൽക്കാരനാണ്. രാജസ്ഥാനിലെ കത്തുന്ന ഥാർ മരുഭൂമിയിൽ നിന്നുള്ള മണൽക്കാറ്റ് വീശിയടിക്കുമ്പോൾ അത് ഡൽഹിയിലേക്കും ഹരിയാനയിലേക്കും കടക്കാതെ ഒരു വൻമതിൽ പോലെ തടഞ്ഞു നിർത്തുന്നത് ഈ മലനിരകളാണ്. ഡൽഹിയിലെ കോടിക്കണക്കിന് ആളുകൾക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായു നൽകുന്ന ശ്വാസകോശം കൂടിയാണിത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി ഈ കാവൽക്കാരൻ കരയുകയാണ്. 2018 സുപ്രീം കോടതി ഒരു റിപ്പോർട്ട് കണ്ടു ഞെട്ടിപ്പോയി. രാജസ്ഥാനിലെ മാത്രം 31 മലകൾ ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: മനുഷ്യർ ഹനുമാനെ പോലെ മലകൾ എടുത്തു മാറ്റുകയാണോ എന്ന്. മണലിനും കല്ലിനും വേണ്ടിയുള്ള മനുഷ്യന്റെ ആർത്തി ആ മലകളെ ഇല്ലാതാക്കി. അവിടെ ഇന്നും വെറും നിരപ്പായ ഭൂമി മാത്രം. കാടുകൾ പോയി, വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി, കിണറുകൾ വറ്റി. അടുത്ത കാലത്ത് പുതിയ ഒരു ചർച്ച ഉയർന്നു വന്നു. അദാനി ഗ്രൂപ്പിന് വേണ്ടിയാണോ ഈ മലകൾ നശിപ്പിക്കുന്നത്? വൻകിട കോർപ്പറേറ്റുകൾക്ക് ഖനനത്തിന് സൗകര്യമൊരുക്കാൻ നിയമങ്ങൾ മാറ്റുന്നു എന്നൊരു ആരോപണവും ഉയർന്നു വന്നു. പ്രത്യേകിച്ച് 2025 വന്ന ഒരു പുതിയ വിധി വലിയ ചർച്ചയായി. സമുദ്രനിരപ്പിൽ നിന്ന് 100 മീറ്റർ താഴെ ഉയരമുള്ള കുന്നുകളെ ഇനി മലകളായി കണക്കാക്കില്ലത്രേ. അതായത് ആരവല്ലിയിലെ 90% കുന്നുകൾക്കും ഇനി സംരക്ഷണമില്ല. ഇതിന്റെ പിന്നിൽ വൻകിട ലോബികളാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതൊരു സാധാരണ വാർത്തയല്ല. ഈ മലകൾ ഇല്ലാതായാൽ ഥാർ മരുഭൂമി ഡൽഹിയിലെത്തും. ഡൽഹിയിലെ വായു ഇന്ന് ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ കാവൽക്കാരൻ കൂടി പോയാൽ നമ്മുടെ തലസ്ഥാന നഗരം ഒരു മരുഭൂമിയായി മാറും. വെള്ളമില്ലാത്ത, ശ്വസിക്കാൻ വായുവില്ലാത്ത ഒരിടം. കോടതിയും സർക്കാരും വലിയ കമ്പനികളും തമ്മിലുള്ള ഈ കളികളിൽ തോറ്റുപോകുന്നത് പ്രകൃതിയും വരും തലമുറയുമാണ്. ആരവല്ലിയെ സംരക്ഷിക്കാൻ നമുക്ക് ഒച്ച ഉയർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം പ്രകൃതി തിരിച്ചടിച്ചാൽ അത് താങ്ങാനൊരു സാമ്രാജ്യത്തിനും കഴിയില്ല. കുത്തക മുതലാളികൾക്ക് ഈ വിധി വികസനമാണ്. അവർക്ക് അത് അക്കൗണ്ടിലെ പൂജ്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള വഴിയാണ്. എന്നാൽ സാധാരണക്കാർക്ക് ഇത് അവരുടെ വേരുകൾ അറുത്തു മാറ്റുന്നതിന് തുല്യമാണ്. നിയമം കടലാസിൽ എഴുതപ്പെടുമ്പോൾ അത് അവരുടെ പക്ഷത്താണെന്ന ചോദ്യം ബാക്കിയാകുന്നു.
നമ്മുടെ ഈ കാവൽക്കാരനെ വിറ്റുതുലയ്ക്കുന്നത് വികസനമാണോ അതോ വരും തലമുറയോടുള്ള വഞ്ചനയാണോ? മുതലാളിമാർക്ക് മറ്റൊരു മല തേടി പോകാം, പക്ഷെ ഈ മണ്ണിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരന് പോകാൻ മറ്റൊരിടമില്ല. ഈ പോരാട്ടം കേവലം പരിസ്ഥിതിക്ക് വേണ്ടിയല്ല, മറിച്ച് നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. ഈ കോടതി വിധിയിലൂടെ പാവപ്പെട്ട ആളുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഈ പുതിയ 100 മീറ്റർ നിയമം കേൾക്കുമ്പോൾ നിസാരമായി തോന്നാം. എന്നാൽ കുത്തക മുതലാളികൾക്ക് ഇതൊരു തങ്കലിപികളാൽ എഴുതപ്പെട്ട വിധിയാണ്. ഇതുവരെ മല എന്ന് പറഞ്ഞ് സർക്കാർ തടഞ്ഞുവെച്ച ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഇനി വെറും കുന്നുകൾ മാത്രമാണ്. അതായത് അവിടെ ഖനനം നടത്താൻ ഇനി വലിയ തടസ്സമില്ല. ലക്ഷറി റിസോർട്ടുകൾക്കും വൻകിട ഫ്ളാറ്റുകൾക്കും വേണ്ടി കാത്തിരുന്ന റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകൾക്ക് ഈ വിധി ഭൂമി പിടിച്ചെടുക്കാനുള്ള ലൈസൻസ് ആണ് നൽകുന്നത്. കല്ലും മണ്ണും ലോഹങ്ങളും വൻതോതിൽ കുഴിച്ചെടുത്ത് വലിയ പ്രോജക്റ്റുകൾക്ക് കുറഞ്ഞ ചിലവിൽ എത്തിക്കാൻ ഇവർക്ക് സാധിക്കും. വനം നിയമങ്ങളുടെ നൂലുമാലകൾ ഇല്ലാതെ തന്നെ അവർക്ക് ലാഭം കൊയ്യാമെന്ന് ചുരുക്കം. മലകൾ നശിക്കുമ്പോൾ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുന്നത് നിൽക്കും. സാധാരണക്കാരന്റെ കർഷകന്റെ കിണർ വറ്റും, കൃഷി നശിക്കും. ഒടുവിൽ അവൻ തന്റെ ഭൂമി തുച്ഛമായ വിലക്ക് ഇതേ മുതലാളിമാർക്ക് വിറ്റ് നഗരത്തിലേക്ക് കൂലിപ്പണിക്ക് പോകേണ്ടി വരും. മലകൾ ഇല്ലാതാകുമ്പോൾ മണൽക്കാറ്റ് നേരിട്ട് വന്ന് വീടുകളിൽ അടിക്കും. ശ്വാസകോശ രോഗങ്ങൾ സാധാരണക്കാരുടെ കുട്ടികളെ വേട്ടയാടും. അവർക്ക് എയർ പ്യൂരിഫയറുകൾ വാങ്ങാൻ പണമില്ലല്ലോ. മഴ പെയ്യുമ്പോൾ മണ്ണ് പിടിച്ചു നിർത്താൻ മലകളില്ലാത്തതിനാൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉണ്ടാകും. അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഈ പാവങ്ങൾ മാത്രമാണ്. ഈ നാട് അത് മുഴുവനായിട്ട് അങ്ങ് പറിച്ചു കൊടുത്തിട്ടുണ്ട് പണക്കാർക്ക് ജീവിക്കാൻ വേണ്ടി. നാളെയുടെ മക്കൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുമെന്ന് ഒരു പിടിയുമില്ല. ഇതാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന ഏറ്റവും നല്ല ഗുണപാഠം. ഇനിയും ഞങ്ങൾക്ക് ഭരിക്കാൻ അവസരം തരൂ. നിങ്ങൾ ശ്വസിക്കുന്ന വായു കൂടെ ഞങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കാൻ പോവുകയാണ്. എല്ലാം അദാനി അംബാനി ഗ്രൂപ്പുകൾക്ക് വിറ്റ് ഇന്ത്യ എന്ന മഹാരാജ്യം അത് കുത്തക മുതലാളിമാരുടെ കൈകളിലേക്ക് ഭദ്രമാക്കി വെക്കണം. ഇനിയും ആരും ഒന്നും മിണ്ടില്ല. ഇനിയെങ്കിലും വാ തുറക്കുക, ഇനിയെങ്കിലും സംസാരിക്കുക. ഇവിടെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഉണ്ടോ എന്ന് പോലും സംശയമായിരിക്കുന്നു. നമ്മുടെ നാട്ടിലുമുണ്ട് ഇങ്ങനെ ചെറിയ രീതിയിലും വലിയ രീതിയിലും വയൽ ശേഖരങ്ങളും കുന്നുമെല്ലാം ഇടിച്ച് നിരപ്പാക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇങ്ങനെ മലയും കുന്നും കോറികളും ഏറ്റവും കൂടുതൽ കൈവശമുള്ളത് അത് BJP-കാരുടെ കയ്യിലാണ് എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ നാട്ടിൽ എടപ്പാളില് വെങ്ങിനിക്കരയിൽ തന്നെ പാടശേഖരങ്ങൾ നികത്തുന്നത് അത് ഏറ്റവും കൂടുതൽ BJP പ്രവർത്തകരും BJP അനുഭാവികളും ആണ് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അത് പലയിടങ്ങളിലുമുണ്ട്. ഇവരേറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് പലിശക്കാരായിട്ടും ഇങ്ങനെ ഭൂമാഫിയക്കാരുമായിട്ടാണ് എന്നുള്ളതാണ്. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണണം. ജനങ്ങളുടെ കണ്ണ് തുറക്കട്ടെ. നാളെ നമ്മുടെ നാടും ഈ രീതിയിലാവുമെന്ന കാര്യത്തിന് തർക്കമൊന്നും വേണ്ട. ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഒരുപാട് വയൽ ശേഖരത്തിലാണെന്നുള്ളതാണ്. ഒരുപാട് കുന്നുകൾ നികത്തി കല്ലും മണ്ണും അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയതും നമ്മൾ കാണുന്നുണ്ട്. വയനാട് ദുരന്തം നമുക്ക് മറക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നാളെ രാജസ്ഥാൻ ഥാർ മരുഭൂമി അത് ഗുജറാത്തിനെയും കവർ ചെയ്ത് ഡൽഹിയെയും കവർ ചെയ്ത് ലോകത്തിലെ തന്നെ വലിയ മരുഭൂമിയായി മാറാനുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ എന്ന മഹാരാജ്യം പൂർണ്ണമായും മണൽ കൊണ്ട് നിറയാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇവരുടെ ഭരണം കൊണ്ട് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് വലിയ ഗുണമുണ്ടായി എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവര് കണ്ണു തുറന്നൊന്ന് കാണുക. ആ മലനിരകളിൽ ഒരു മലനിര അവർ തൊടാൻ ഭയക്കുന്നത് ഒരു ക്ഷേത്രം അതിന് മുകളിലുണ്ട് എന്നൊരു കാരണം കൊണ്ടാ. അല്ലെങ്കിൽ അതും എന്നേ നാമവിശേഷമായേനെ. സമുദ്രനിരപ്പിൽ നിന്ന് 100 മീറ്റർ ഉയരമുള്ള എല്ലാ മലനിരകളും വെറും കുന്നുകളായി പരിഗണിച്ച് അത് നികത്തിക്കോളാൻ സുപ്രീം കോടതി ഉത്തരവിട്ടപ്പോൾ തന്നെ ഒരു കാര്യം ആ നാട്ടുകാർക്ക് മനസ്സിലായി: ഈ നാട് നമുക്ക് ജീവിക്കാൻ അനുയോജ്യമായ നാടല്ല എന്നുള്ളത്. ദാഹവും വിശപ്പും എല്ലാം മറന്ന് മുണ്ട് മടക്കിക്കുത്തി അവർ ഇന്ന് തെരുവിലാണ്. നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.